ഭക്ഷ്യവിഷബാധയെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശികളായ 4 പേർ ചികിത്സയിൽ. ശാസ്തമംഗലത്തെ അലിബാബ ആൻഡ് 41 ഡിഷസ് എന്ന ഹോട്ടലിനെതിരെയാണ് പരാതി. ഒരാളുടെ നില ഗുരുതരമാണ്. ഹോട്ടൽ ഉടമ പണം നൽകി ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നും പരാതിക്കാർ പറയുന്നു. ഒരിടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് നിന്നും വീണ്ടും ഭക്ഷ്യവിഷബാധയുടെ വാർത്തകൾ വരികയാണ്. തൊളിക്കോട് സ്വദേശികളായ 4 പേരാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നത്. നമുക്ക് പിന്നിൽ കാണുന്ന ശാസ്തമംഗലത്തുള്ള അലിബാബ ആൻഡ് 41 ഡിഷസ് എന്ന ഈ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് പരാതിക്കാർ പറയുന്നത്. തൊളിക്കോട് തുരുത്തി സ്വദേശികളായ ഉനൈസും ഭാര്യയും അതുപോലെ തന്നെ ഉനൈസിന്റെ സുഹൃത്തും ഭാര്യയുമാണ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത്. തിരുവോണ ദിവസം രാത്രിയാണ് ഇവിടെ നിന്ന് അൽഫാമും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ഇവർ കഴിച്ചിരുന്നത്. തിരുവോണ ദിവസം അലിബാബ റെസ്റ്റോറൻറ്റിൽ നിന്ന് നൈറ്റ് ഒരു 11-നും 12 മണിക്ക് ഇടയിലാണ് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത്. പിറ്റേ ദിവസം മോർണിംഗ് മുതൽ ഞങ്ങൾക്ക് ഭയങ്കരമായ വയറുവേദനയും വയറ്റിളക്കവും ഛർദിലും ശരീരവേദന മൊത്തത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ 2 ദിവസം ICUലായിരുന്നു. ഞാനും എൻ്റെ വൈഫും സുഹൃത്തിൻ്റെ വൈഫ് 2 ദിവസം. പുള്ളി ഏകദേശം 3 ദിവസത്തോളം ICUലായിരുന്നു. ഫുഡിൽ നിന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലെ ആയിട്ടുണ്ടെന്നാണ് നിലവിൽ പറയുന്നത്. ഇവർ ചികിത്സയിലിരിക്കാൻ തന്നെ ഇവിടുത്തെ ബന്ധുക്കളെ, അതായത് ഈ പറയുന്ന 4 പേരുടെയും ബന്ധുക്കളെ ഹോട്ടലിന്റെ ഉടമകൾ സമീപിക്കുകയും ഗുരുതരമായ പ്രശ്നം പരാതിയായി ഒരിടത്തും ഉന്നയിക്കരുതെന്നാവശ്യപ്പെട്ട് പണം ഓഫർ ചെയ്തു എന്നുമാണ് ഉനൈസ് പറയുന്നത്. നിലവിൽ ഉനൈസ് നഗരസഭയിലും അതുപോലെ തന്നെ പോലീസിലും പരാതി പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ എത്തുകയും ഹോട്ടലിന്റെ മാനേജറോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നേ ദിവസം, അതായത് ഈ പറയുന്ന ദിവസം ഏകദേശം ഇവർ കഴിച്ചു എന്ന് പറയുന്ന അൽഫാം അതൊരു 30-നടുത്ത് അൽഫാമുകൾ വിറ്റുപോവുകയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് അതിന് 80-ലധികം ഓർഡറുകൾ വരികയും ചെയ്തിരുന്നു. ഇതൊക്കെ കഴിച്ചിട്ടും, അതായത് ഈ കഴിച്ച മറ്റാർക്കും ഒരു പ്രശ്നവും ഉണ്ടായില്ല, അവരാരും പരാതി ഉന്നയിച്ചില്ല എന്നാണ് ഹോട്ടലിന്റെ മാനേജറായിട്ടുള്ള ശ്യാം പറയുന്നത്. മാത്രമല്ല മുമ്പേ പറഞ്ഞ പണം ഓഫർ ചെയ്തു എന്ന വാദത്തിന് നേർവിപരീതമായൊരു ആരോപണമാണ് ഇവിടെ ഹോട്ടൽ ഉടമകൾ ഉന്നയിക്കുന്നത്. അതായത് അന്നേ ദിവസം ഈ പരാതി പറഞ്ഞ ഉനൈസും അവരുടെ ബന്ധുക്കളും ഇവരോട് പണം ആവശ്യപ്പെട്ടു എന്നൊരു രീതിയിൽ, ആ രീതിയിൽ സെറ്റിൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു, എന്നാൽ അത് നടക്കില്ല എന്ന് ഇവരുടെ ഭാഗത്തു നിന്നും അറിയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് എത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. ക്യാമറാമാൻ സജികുമാറിനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.